ഹായ് കൂട്ടുകാരെ, അപ്പോഴേ നമ്മുടെ ഇത് ഞാൻ യാത്രക്കിടയിൽ കണ്ട നെടുമങ്ങാട് വെച്ച് കണ്ട ഒരു ഘോഷയാത്രയാണ്. ഇത് കരിപ്പൂര് ദേവീ ക്ഷേത്രത്തിലെ ഘോഷയാത്രയുടെ അന്നേ ദിവസം തന്നെ നടന്നൊരു ഘോഷയാത്രയാണ്. ഇത് നമ്മുടെ കല്ലിങ്ങൽ ജംഗ്ഷനിൽ വെച്ച് കരിപ്പൂര് ദേവീ ക്ഷേത്രത്തിലെ ഘോഷയാത്രയും ഈ ക്ഷേത്രത്തിലെ ഘോഷയാത്രയും കൂടെ ജോയിൻ്റായി ഒന്നായിട്ടാണ് നെടുമങ്ങാടോട്ട് പോകുന്നത് കേട്ടോ. ഭയങ്കര തിരക്കാണെന്ന്, നമുക്ക് ഇതിലെ വാഹനങ്ങളൊന്നും പോകാൻ പറ്റാത്ത രീതിയിലുള്ള തിരക്കായിരുന്നു. വളരെ അടിപൊളിയായിട്ടുള്ള ഒരുപാട് കാഴ്ചകൾ സമ്മാനിച്ച ഒരു ഘോഷയാത്ര തന്നെയാണ് ഇത്. ഞാൻ പറഞ്ഞ ഒരു ക്ഷേത്രത്തിൻ്റെ മാത്രമാണ്, കരിപ്പൂർ ദേവി ക്ഷേത്രത്തിൽ എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. അത് മുൻപേ പോയി എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ഇത് ഈ ക്ഷേത്രത്തിൽ നിന്നുള്ളത് പ്രത്യേകമായിട്ട് അവർ ചെയ്തിരിക്കുന്നതാണ്. ഇതിലിവിടെയെങ്കിലും അവർ ഡാൻസ് കളിക്കുന്നില്ല, അവരെല്ലാം തളർന്ന് തന്നെയാണ് വരുന്നത്. അവരിനി ജംഗ്ഷനിൽ പോയായിരിക്കും ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നു. എന്താണെങ്കിലും ഒരുപാട് നല്ല 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 നിമിഷങ്ങൾ ഞങ്ങൾക്കായിട്ട് അല്ലെങ്കിൽ നമ്മുടെ കാഴ്ചക്കാർക്കായിട്ട് സമ്മാനിക്കുന്ന ഒരു ഘോഷയാത്രയാണെന്നാണ് കാണുമ്പോൾ തന്നെ നമുക്ക് തോന്നുന്നത്. ഒരുപാട് കാഴ്ചകളുണ്ട് കേട്ടോ. ഇത് കെട്ടുകാഴ്ചകളാണെങ്കിലും അതുകൂടാതെ തന്നെ കുഞ്ഞു കുഞ്ഞ് രൂപങ്ങൾ, ഡാൻസ്, പിന്നെ പാട്ട്, പിന്നെ നമ്മുടെ ചെണ്ടമേളം, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് തെയ്യങ്ങളൊക്കെ. സാധാരണ ഇത് തെയ്യം കണ്ടിട്ടുണ്ട്, പക്ഷേ ഇത് തെയ്യത്തിൻ്റെ അതേ മോഡലിലുള്ള ഒരു കാർട്ടൂൺ സ്റ്റൈൽ ഇത് രൂപങ്ങളും, പിന്നെ അതുകൂടാതെ നമ്മുടെ പൂച്ചക്കുട്ടന്മാരും പാവക്കുട്ടന്മാരും, അങ്ങനെ ആ ടൈപ്പിലുള്ള അങ്ങനെയുള്ളത്, പിന്നെ തെയ്യം, അല്ല കഥകളി, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് നല്ല നല്ല കാഴ്ചകൾ സമ്മാനിക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഒരു കുഞ്ഞ് താലപ്പൊലി, അത് കൊച്ചു കുട്ടികളൊന്നും ഇല്ല, അമ്മമാരാണ് താലപ്പൊലി എടുത്ത. താലപ്പൊലി ആണോ എന്നുള്ളത് എനിക്ക് അറിയത്തില്ല, എന്താണെങ്കിലും അത് ഒരു കൊള്ളാം. പിന്നെ നമ്മുടെ ഗജവീരൻ, ഒരു ഗജവീരൻ അങ്ങനെ വരുന്നുണ്ട്. ഗജവീരൻ്റെ മുൻപേ വിളക്കുമായിട്ട് കുറച്ച് പേര് പോയിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കാണുന്നത് നമ്മുടെ ദേവീ ക്ഷേത്രത്തിലെ ദേവിയുടെ ആ ഒരു രൂപം എഴുന്നള്ളിച്ചുകൊണ്ട് പോകുന്ന ഒരു പിക്കപ്പാണ്. അപ്പോൾ അതും കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് കെട്ടുകാഴ്ചകളാണ്. ഓക്കെ, വളരെ മനോഹരമായിട്ടുള്ള നല്ല കാഴ്ചകൾ സമ്മാനിച്ച ഒരു ഘോഷയാത്ര തന്നെയായിരുന്നു ഇത്. ഞാൻ സത്യം പറഞ്ഞാൽ നമ്മൾ ഈ വർഷം കാണുന്ന ആദ്യത്തെ ഘോഷയാത്രയാണ്. ഓക്കെ, ഇഷ്ടപ്പെട്ടോ?